നമസ്കാരം. ലോകത്തെ മുഴുവൻ അടച്ചിടലിലേക്ക് എത്തിച്ച കോവിഡ് മഹാമാരിക്ക് ശേഷം ചൈനയിൽ വ്യാപിക്കുന്ന പുതിയ വൈറസ് ആരോഗ്യമേഖലയിൽ വീണ്ടും ഇല്ലാതാക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. HMPV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് ചൈനയിൽ പടർന്നു പിടിക്കുന്നെന്നും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നെല്ലാമാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ചൈനയിൽ വൈറസ് പടർന്നതിനെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന ഇതുവരെ പ്രസ്താവനയൊന്നും പുറത്തിറക്കിയിട്ടില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന വാർത്തകളും സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ചൈനയുടെ അയൽ രാജ്യങ്ങളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോങ്കോങ്ങിലും HMPV കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കൃത്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിൽ രോഗം പടരാതിരിക്കാനുള്ള സാധ്യതകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. HMPV വൈറസിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന വൈറസാണ് HMPV. ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഈ രോഗം എല്ലാ പ്രായത്തിലുള്ളവർക്കും പിടിപെടും. എന്നാൽ പ്രായമായവരിലും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലുമാണ് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. 2001 രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഇതൊരു പുതിയ രോഗമല്ലെന്നും മുൻപ് തന്നെ ലോകത്തിന്റെ പലയിടങ്ങളിലും HMPV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ആരോഗ്യ മേഖലയിലുള്ളവർ പറയുന്നു. അതുകൊണ്ട് തന്നെ HMPVയെ അപകടകാരിയായ ഒരു പുതിയ വൈറസായി കാണാൻ കഴിയില്ല. തണുപ്പ് കാലത്താണ് രോഗം പടരാൻ സാധ്യത. ജലദോഷമോ പനിയോ വരുമ്പോഴുണ്ടാകുന്ന രോഗലക്ഷണങ്ങളാണ് HMPVക്കും സാധാരണയായി ഉണ്ടാവുക. കഫക്കെട്ട്, പനി, ശ്വാസതടസ്സം, മൂക്കടപ്പ് എന്നിവയെല്ലാം പ്രധാന ലക്ഷണങ്ങളാണ്. പ്രതിരോധശേഷി കുറഞ്ഞവരിൽ ബ്രോങ്കൈറ്റിസിനും ന്യൂമോണിയയ്ക്കും കാരണമാകും. 3 മുതൽ 6 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ പീരീഡ്, അതായത് രോഗാണു ശരീരത്തിൽ കയറിയത് മുതൽ രോഗലക്ഷണം കാണിക്കുന്നത് വരെയുള്ള സമയം. കോവിഡിന് ശേഷമുള്ള ശാരീരികാവസ്ഥയ്ക്കും രോഗം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. നിലവിൽ HMPVക്ക് പ്രത്യേക ആന്റിവൈറൽ തെറാപ്പിയോ മുൻകരുതൽ വാക്സിനുകളോ ഇല്ല. ഇനി വൈറസ് പടരുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചുമ, തുമ്മൽ എന്നിവയിൽ നിന്നുള്ള സ്രവങ്ങൾ ശരീരത്തിലെത്തുന്നത് വഴി രോഗം പടരാം. രോഗം ബാധിച്ചവരുമായി നേരിട്ടുള്ള സമ്പർക്കം മൂലം, അതായത് സ്പർശനമോ കൈകൊടുക്കുകയോ ചെയ്യുമ്പോൾ രോഗം പടരാം. മലിനമായ പ്രതലത്തിൽ സ്പർശിച്ചതിന് ശേഷം വായിലോ മൂക്കിലോ കണ്ണിലോ തൊടുന്നത് വഴിയും രോഗം പടരാം. രോഗം പടരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ കൈക്കൊള്ളേണ്ടത് ഇപ്രകാരമാണ്. കൈകൾ സോപ്പോ വെള്ളമോ ഉപയോഗിച്ച് കഴുകുക. കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും കഴുകണം. തൊട്ടടുത്തു നിന്ന് ആരെങ്കിലും തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ മുഖവും മൂക്കും പൊത്തിപ്പിടിക്കാൻ ശ്രമിക്കുക. മാസ്ക് ഉപയോഗം നിർബന്ധമാക്കാം. കണ്ണുകളോ മൂക്കോ വായോ തൊടുന്നതിന് മുമ്പ് കൈകൾ കഴുകിയെന്ന് ഉറപ്പുവരുത്തുക. HMPV വൈറസും കോവിഡിന് കാരണമായ SARS-CoV വൈറസും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഇത് രണ്ടും ഒരേ കുടുംബത്തിൽപ്പെട്ടവയാണെങ്കിലും 2 രോഗങ്ങൾക്കും ചില സമാനതകളുണ്ട്. 2 വൈറസും ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ്. രോഗബാധിതരുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് പടരുക. പനി, തൊണ്ടവേദന, ചുമ, വിറയൽ, ശ്വാസതടസ്സം തുടങ്ങി രോഗലക്ഷണങ്ങൾ സമാനം. കുട്ടികൾ, പ്രായമായവർ തുടങ്ങി രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെയാണ് രോഗം ബാധിക്കുക. മാസ്ക് ധരിക്കുക, കൈകൾ വൃത്തിയായി കഴുകുക, സാമൂഹിക അകലം പാലിക്കുക എന്നിവയാണ് 2 വൈറസും പടരാതിരിക്കാൻ ചെയ്യേണ്ടത്.